പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വില കുതിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തക്കാളിക്കും ക്യാരറ്റിനും പയറിനുമൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മുരിങ്ങാക്കോലാണ് VIP. ₹150. വീട്ടിൽ നിന്ന് പറഞ്ഞത് മുരിങ്ങ വാങ്ങാണ്ട് സാമ്പാർ വെച്ചാൽ മതി. അവിയലിനൊന്നും ഇനി മുരിങ്ങക്കോല് ഉണ്ടാവേയില്ലെന്ന് തോന്നുന്നു. ഉണ്ടാവില്ല, വില കാരണം. ബാക്കിയുള്ള എല്ലാ കൂട്ടും ഉണ്ടാവും, മുരിങ്ങ മാത്രം ഒഴിഞ്ഞു നിൽക്കും. തൊട്ടാൽ പൊള്ളുന്ന വില മുരിങ്ങക്കായക്കാണ്. കിലോയ്ക്ക് 400 മുതൽ 450 വരെയാണ് വില. നേരത്തെ 150 രൂപയുണ്ടായിരുന്ന മുരിങ്ങക്കായ ഇനി സാമ്പാറിൽ മുങ്ങിത്തപ്പിയാലും കിട്ടിയെന്ന് വരില്ല. രുചി കുറയുമെന്നറിഞ്ഞിട്ടും വീടുകളിലും ഹോട്ടലുകളിലും താൽക്കാലികമായി മുരിങ്ങക്കായ ഒഴിവാക്കുന്ന സ്ഥിതിയാണ്. മുരിങ്ങക്കോലിന് പറഞ്ഞു അവർ 150 രൂപയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിയില്ല. മുരിങ്ങ 450 രൂപ ഉണ്ട് കിലോന്, ഹോൾസെയിൽ വില ഉണ്ട്. ഹോൾസെയിൽ എടുക്കുന്ന ആൾക്കാർ വാങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ടോ? കുറവ്, കാരണം അത്ര 450 രൂപേൻ്റെ മുരിങ്ങ ആരും കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുപോയി എല്ലാവർക്കും വിൽക്കാൻ പറ്റില്ല, വലിയ വിലയ്ക്ക് വിൽക്കേണ്ടി വരും, പിന്നെ ഡാമേജ് പോകും. മുരിങ്ങക്കോലൊക്കെ കിലോ കണക്കിന് എടുക്കുമായിരുന്നല്ലോ, ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കുറച്ച് 1 കിലോ 1/2 കിലോ ഒക്കെ കൊണ്ടുപോകുള്ളൂ. ഈ പീഡിയക്കാരൊന്നും അധികം കച്ചവടക്കാർക്ക് കൊണ്ടുപോയി വെക്കുന്നില്ല മുരിങ്ങക്കായ്, വില കൂടിയതിനുണ്ട്. 33 രൂപയുണ്ടായിരുന്ന തക്കാളിക്കും വില കൂടി. 60 രൂപ വരെയാണ് ചില്ലറ വിൽപ്പനയിലെ വില. ഒരാഴ്ചക്കിടെ പലപ്പോഴായി 10ഉം 15ഉം വീതം വർദ്ധിച്ച ഹൈബ്രിഡ് തക്കാളിക്ക് കിലോയ്ക്ക് 80 രൂപ വരെയായി. അത്യാവശ്യം വില ഉണ്ട്, തക്കാളിക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വില കൂടും, മഴയല്ലേ ഇപ്പോൾ രാത്രിയായാലും എങ്ങനെയാലും അവിടെ തമിഴ്നാട്ടിലുള്ള മഴയല്ലേ, പച്ചക്കറി വില കൂടി വരും. 30 രൂപ വിലയുണ്ടായിരുന്ന പയറിന് 60 രൂപയായി. 40 രൂപയായിരുന്ന വെണ്ടക്കായ 70 രൂപയായി ഉയർന്നു. 30 രൂപയുണ്ടായിരുന്ന ബീൻസ് വില 60-ലെത്തി. ക്യാരറ്റ് വിലയും താഴാതെ നിൽക്കുകയാണ്. 60 മുതൽ 70 രൂപ വരെയാണ് വില. ഗുണനിലവാരമനുസരിച്ചും പച്ചക്കറി വിലയിൽ മാറ്റമുണ്ട്. ഒന്നാന്തരം പച്ചക്കറിക്ക് വിപണിയിൽ 15 രൂപ മുതൽ 20 രൂപ വരെ കൂടിയിട്ടുണ്ട്. സാധാരണ മണ്ഡലകാലത്ത് പച്ചക്കറികൾക്ക് വില വർദ്ധിക്കാറുള്ളത് പതിവാണ്. എന്നാൽ തമിഴ്നാട്ടിലും കർണാടകയിലും മഴക്കെടുതിയും കൃഷിനാശവുമൊക്കെ വില വർധനവിന് കാരണമാക്കിയിട്ടുണ്ട്. ഏതായാലും ഡിസംബർ അവസാനം വരെ ഇനിയും വില വർദ്ധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.